മോളയ്യമ്മ ലുക്കാച്ചിട്ടാ കാണാന്. കണ്ടിട്ട് പുതിയ ആളാന്ന് തോന്നുന്നു കേട്ടോ. ഹാർട്ട് അറ്റാക്ക് വന്ന് ഇപ്പൊ ചാവും ഞാൻ. മോളയ്യമ്മ രസാച്ചിട്ടാ കാണാൻ. സെറ്റ്, എനിക്ക് സെറ്റാണ്. പോയിക്കൊണ്ടേ വിടുന്നു. അപ്പൊ ഞാൻ എന്താ പോകെ? എനിക്കാണ് മാച്ച് എന്റെ കൈ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്നെ ബെസ്റ്റ് ചെയ്യും. എനിക്ക് വിട്ടെന്നോടെ എനിക്കോനെ. അതന്നെ എനിക്കും പറയുള്ളത്. എനിക്ക് വിട്ടെന്നോടോനെ. ഞാൻ ബെസ്റ്റ് അല്ലേ? ആർക്ക് വിട്ടരാൻ പറ്റില്ല അവന് എനിക്ക്? എന്നാ കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്താൻ നോക്കാം. ആരായിട്ടാണ് വളയാൻ നോക്കാലോ. അവർക്ക് എടുക്കാവനെ. ആ സെറ്റ് നോക്കാം. എന്നാലും അയാളെ പേരെന്താവും? ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? പോയി ചോദിക്കണം പേരെന്താന്ന്. അയ്യേ, നേരിട്ട് പോയി പേരേക്ക് പോയിക്കൊണ്ടു പോകുന്നു. ഹായ് ഗൈസ്, വന്ന എവിടെയായിരുന്നു? ഞാൻ എന്റെ ബോയ് ഫ്രണ്ട് മൈസൂരിലൊക്കെയായിരുന്നു മകളെ. ഓഹോ, തോന്നിയായിരുന്നു. എന്നാലും വെറുതെ ചോദിച്ചതാണ്. പിന്നെ എന്താണ്? ഞാൻ വന്നപ്പോ ഇവിടെ വലിയ ഡിസ്കഷനിലായിരുന്നല്ലോ. കാര്യം എന്താ? നമ്മളോട് കൂടി പറയാടോ. അതെന്താന്നാ, അപ്പൊ ഒരു ചുള്ളൻ ചക്കൻ അപ്പൊ അതിനുള്ളിൽ ഓഫീസിനുള്ളിലേക്ക് കയറിപ്പോയി. പുതിയ ആളാണ് തോന്നുന്നത്. ഒരാൾ എനിക്കും ലീസുക്കും ക്രഷ് അടിച്ച് അതിനാര് കയ്യിലാക്കുന്നുള്ള ഡിസ്കഷനിലായിരുന്നു. പിന്നെ ആളെ പേരൊക്കെ എന്താ? ശരിക്കും ആരാനക്കറിയോ? ഈ കണ്ടാളെ? ആ, ഞാൻ കണ്ട്. ആ ഉള്ളിക്കരി പോയ ആ കോട്ടക്കട്ട അതൊക്കെന്നല്ലേ കണ്ട്. അത് നമ്മളിവിടുത്തെ സാറിന്റെ മോനാണ്. ഇവിടെ ജോലിക്ക് ഇന്നാണ് കയറുന്നത്. അപ്പൊ അതിനായിട്ട് വന്നതാന്നൊക്കെ പറഞ്ഞ് കേട്ടോ. അതിനാ തോന്നുന്നു. അങ്ങനെ തന്നെയാണ്. എന്നിട്ട് അവനാണോ നോക്കാൻ പോണത് രണ്ടും കൂടി? നടക്കട്ടെ, ഞാൻ വിട്ട്. നോക്കെ ബൈ. ബൈ ബൈ. ഓക്കെ. വെറുതെ നാട്ടിൽ നിന്ന് എന്തേലും പണിയെടുത്ത് ജീവിച്ചാ മതിയെന്ന്. വെറുതെ ഇങ്ങോട്ട് വന്ന് ഉറങ്ങാനും പറ്റൂല. തന്നെ നീച്ചിങ്ങോട്ട് പോരും വേണം. ഒന്നുകൂടെ കിടന്ന് ഇറങ്ങിയാലോ? ജസ്റ്റ് ഒന്ന് കണ്ണുമ്പിയാലോ? കണ്ണുമ്പ അവിടെ അറിയല്ല. എക്സ്ക്യൂസ് മീ. പുതിയ ആളാ? ഒരു മിനിറ്റ്. ഞാനിവിടെ കിടന്ന് ഉറങ്ങണ കണ്ടില്ലേ? ഒരാൾ ഉറങ്ങുമ്പോ മാന്യതയില് ഒന്ന് വിളിക്കാതിരിക്കാനെങ്കിലും നോക്കിക്കൂടെ? ഞാൻ ആരോടോ? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വെറുതെ ആളെ വെപ്പിക്കാൻ വേണ്ടിട്ട് ഒന്ന് വെക്കാ. എന്താണ് വന്ന്? ആരെന്താണ്? സോറി, ഞാനങ്ങനെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇയാളെ കണ്ടപ്പോ ഒന്നും ഇങ്ങോട്ട് വന്നതാന്ന് മാത്രം. ഞാൻ ഇവിടെ ഇരിക്കണേ, എൻ്റെ സീറ്റ് വിടാം. അങ്ങനെയാണ്, അല്ലാതെ ഞാനിങ്ങനെ ശല്യം ചെയ്യാൻ വെച്ചിട്ട് വന്നതല്ല. സോറി, ക്ഷമിക്കണം. ഇപ്രാവശ്യത്തേക്ക് വെറുതെ വിട്ടിരിക്കുന്നു. പുതിയ ആളല്ലേ, അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ സാറുണ്ട്. ചങ്ങായിക്ക് ഇടക്കൊരു ഭ്രാന്താണ്. ഇടക്ക് എന്റെ കാര്യത്തിനൊക്കെ കൂട്ടിക്കൊണ്ടു. ഇടക്ക് ചങ്ങീനെ കാണുമ്പോ എടുത്തെറിയാൻ തോന്നും. പാവാണ്, ആള് പാവാണ് ട്ടാ. പിന്നെ കുറച്ച് ടെററൊക്കെയാണ്. പിന്നെ ഞാൻ ആൾ കാണാതെ എങ്ങനെയും ഉറങ്ങാൻ നോക്കിയാണ്. അപ്പോഴാണ് നിങ്ങൾ വന്ന് വിളിച്ചത്. സാരമില്ല. പിന്നെ നിങ്ങളൊന്ന് സൂക്ഷിച്ചാ മതി എന്ന് മാത്രം. നിങ്ങളെ പേരൊക്കെ എന്താ? നിങ്ങളെ സ്ഥലമൊക്കെ എവിടെയാണ് ശരിക്കും? എൻ്റെ പേര് മഹി. പിന്നെ എൻ്റെ സ്ഥലം ഇവിടൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങളാ പറയുന്ന സാറിൻ്റെ അച്ഛനായിട്ട് വരും. അങ്ങനൊക്കെ തന്നെ. അച്ഛനോ? ഞാന് അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. ആളൊരു പാവാണ്. ഞാന് അങ്ങനല്ല. എങ്ങനെ പറഞ്ഞല്ല? എനിക്കൊന്ന് വാഷ്റൂമിൽ പോണായിരുന്നു. ഞാൻ പോയിട്ടാ. പിന്നെ കാണാൻ ബൈ. വേണ്ടടോ, പോണ്ട. ഞാൻ എൻ്റെ അച്ഛനൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞല്ല. പിന്നെ സാരമില്ല, പോടന്നിരിക്കൂ. പിന്നെ എന്താണ്, നിങ്ങളെ പറ്റിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ അച്ഛനോട് ഒന്ന് പറയലുള്ളൂ. അത് വേറെ കാര്യം. അപ്പോ നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. പിന്നെ നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ എൻ്റെ അച്ഛൻ ചീത്ത അറിയാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ചീത്ത അറിയണാണ്. ഇപ്പൊ കുഴപ്പമില്ല. അതോട് ഇയാളെ പേരെന്താ? എന്റെ പേര് അനശ്വര. അനുന്ന് വിളിക്കും. പിന്നെ സോറി ട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. പിന്നെ ഞാൻ അവിടെ പറഞ്ഞ കാര്യം അവിടെ സാറിന്റെ അടുത്തൊന്നും പോയി പറയല്ലേ. സോറി, ക്ഷമിക്കണം. ഞാൻ അങ്ങനെ ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ലടാ, ഞാൻ പറയില്ല. വിട്ടാളാ. ആ കാര്യത്തേക്ക് ഇനി പോണ്ട. ഞാന് ഇപ്പൊ പറഞ്ഞല്ല, നമുക്ക് ഫ്രണ്ട്സ് ആവല്ലോ. ഒരു ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ കണ്ടോളാം. കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇവര് ഭയങ്കര ഫ്രണ്ട്സായി. ഇവര് ഭയങ്കരമായിട്ട് അടുത്തു. നമ്പറൊക്കെ കൈമാറി. ഫോട്ടോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് അയച്ചെടുത്ത് ഒരു ഫ്രണ്ട്ലിയായിട്ട് ഇവര് ഫോട്ടോസ് കുറെ എടുത്തു. അതിൻ്റെ അടുക്ക് മഹിക്ക് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ അനുവിനായിട്ട്.
അനുക്ക് ഉണ്ടോന്ന് വെച്ചാ ഉണ്ട്, എന്നാലും പുറത്ത് കാണിക്കണല്ലോ. പക്ഷെ ജിമിന്റെ സംസാരത്തിൽ കൂടി അത് പുറത്ത് കാണിക്കുന്ന മാതിരിയായിരുന്നു അവന്റെ സംസാരം. ബട്ട് വല്ലാതെ അങ്ങോട്ട് അങ്ങോട്ട് ഇഷ്ടം തോന്നുന്നു പറഞ്ഞിട്ടില്ല രണ്ടാളും. അവരിതിലാണ് നിൽക്കുന്നത്. നമുക്ക് ബാക്കി കാണാം. ഇഷ്ടായി, ഭയങ്കര ഇഷ്ടായി. ഇതിപ്പോ കെടുക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ അവളെയുള്ള ഓർമ്മ തന്നെ. ഇഷ്ടമായിക്കണം എന്തായാലും. ആള് കൊള്ളാല്ലേ. അപ്പൊ ഇങ്ങനെ അവളെ പ്രൊപ്പോസ് ചെയ്യാ, റിജക്റ്റ് ചെയ്യോ? പ്രൊപ്പോസ് ചെയ്താലോ? ഇതെന്ത് ഏട്ടൻ പുറത്ത് ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയുന്നത്? സംതിങ് ഫിഷി. എന്താന്നറിയണം, പോയിക്കോട്ടെ. സേട്ടാ, ഹലോ സേട്ടാ, എന്നെ കാണുന്നുണ്ടോ ഞാൻ വന്നത്? എന്താണ്, ആരാണ് ആലോചിക്കണത്? കൊറേ നേരമായല്ല. ഞാൻ എപ്പോഴും വന്നിക്കണ അറിയോ? എന്നെ കണ്ടിട്ടില്ല. ആരാണ്? എന്നോടും കൂടി പറയും. അതൊരു കുട്ടിയാടാ, ഓഫീസിന്ന്. ഞങ്ങള് ബെസ്റ്റ് ഒക്കെയാണ്. പക്ഷെ കോളൊരു ഇഷ്ടമുണ്ട്. അങ്ങനെ പ്രൊപ്പോസ് ചെയ്യുന്നതാണ് ആലോചിക്കണത്. റിജക്റ്റ് ചെയ്താൽ നാണം കെട്ട് നാറും. അതാണ് സീന്. ഓ, അപ്പൊ അതാണ് കാര്യം. വെറുതല്ല, വെറുതെ കെട്ടുന്ന ആലോചിക്കാണ്. നടക്കട്ടെ. എടാ മോനെ അതിക്കുട്ടാ, എങ്ങനെയും ഉള്ള സെറ്റാക്കാൾ ഐഡിയ പറഞ്ഞോണ്ടാ പ്ലീസ്. എനിക്കറിയില്ല, ഏട്ടനക്ക് അറിയണ്ടല്ലേ ഞാൻ പെണ്ണുങ്ങളെ മുഖത്ത് പോലും നോക്കില്ലാന്ന്. എന്നോടാണ് സെറ്റാക്കി തരാനുള്ള ഐഡിയ തരാൻ പറയുന്നത്. ഐഡിയ പറഞ്ഞുതരാൻ പറയുന്നത്. നല്ല ആളെന്നെ. അല്ലടാ, അങ്ങനെ വലിയ ഐഡിയ ഒന്നും വേണ്ട, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മതി. ആലോചിക്കട്ടെ. ഇപ്പൊ എന്തെങ്കിലും ഉറക്കം വന്നിട്ട് ചെയ്യാം. നാളെ ആലോചിച്ചിട്ട് പറയാം കേട്ടോ. ആ, നാളായാലും മതി. അവൻ അതും പറഞ്ഞ് ഉറങ്ങാൻ കിടന്നിട്ടും അവന്റെ മനസ്സിലാവളെ തന്നെ കേട്ടോ. ഇത്ര പെട്ടെന്ന് നേരം വിളിത്താ. ഒന്നും കൂടി കിടന്നാ ഇപ്പോഴാണ് നിന്നെ വിളിക്കണത്. ഞങ്ങൾക്ക് ഓഫീസുള്ള നിങ്ങൾക്ക് അറിയില്ലേ? നേരത്തെ അലാറം വെച്ചിട്ട് പോയിക്കൂടെ? ഓഫീസ് ഉണ്ട്, നിങ്ങൾ അങ്ങനെ ഒന്നും പറയില്ലേ. ചായ എടുത്തേക്ക് ഞാൻ പോകണം. അത്ര ടൈമൊന്നും ആയിട്ടില്ലല്ലോ. ടൈം ആവണുള്ളൂ പോവാനുള്ള. എന്താണ് നിനക്ക് ഇതാക്കണത്? അവനക്ക് എന്താ എത്ര അങ്ങോട്ട് പോവാനുള്ള തോരാന്നുള്ള എനിക്കറിയാം. എന്താണ് കാര്യം? എന്താണ് ഞാൻ കാര്യം എന്താ പറഞ്ഞുതരാം. പോയില്ലേ? നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അറിയാത്ത മരുന്ന് നടന്നാൽ മതിട്ടാ, അല്ലെങ്കിൽ എന്നെ കൊല്ലും. എന്താന്ന് വെച്ചാല് ഓഫീസിൽ അവനക്കൊരു കുട്ടീനെ ഇഷ്ടയിക്കണ്. രസന്റ് എന്നൊക്കെയാണ് ഓൻ പറയുന്നത്. എന്നിട്ട് അവളെ കാണാൻ വേണ്ടിയിട്ട് ആണ് ഇത്ര നേരത്തെ പോകുന്നത്. പൊട്ടനാണ്. ചിലപ്പോൾ ഓള് വന്നിട്ടേക്കോ ബസ്സാളാവനെ. പിന്നെ എന്നിട്ട് എന്നോട് അറിയണ്ടേ രാത്രി ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടാവും ആ കുട്ടീനെ വളർക്കാനുള്ളത്. എന്നിട്ട് ഇന്നലെ രാത്രി ഉറങ്ങുന്നാണ് കിടന്നിട്ടാ. എന്നിട്ട് ചിരിക്കൻ്റെ അമ്മ രാത്രി കിടന്നിട്ട് അവൻകോ അവനോടൊരു പെട്ടിട്ടാ പറഞ്ഞിട്ട് കാട്ടിയത്. ഞാൻ പെണ്ണിട്ടൂല പെണ്ണൊക്കെ കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂല, സ്വന്തം കാര്യം ഒറ്റയ്ക്ക് നോക്കാൻ പറ്റൂല എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. നല്ല കഥ ഉണ്ടായിരുന്നു. നല്ല രസമായി, എനിക്കിഷ്ടമായി. എന്തായാലും അച്ഛനോടൊക്കെ ചോദിച്ചിട്ട് ആ പെണ്ണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചറിയാണ്ട്. പേരറിഞ്ഞിരുന്നു. ഓരെന്താന്ന് പേര് അറിഞ്ഞിരുന്നു? ഇല്ല, പേരൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലേ നാളെ ഓൻ വന്നാല് അവളെ പേരെങ്ങനെ എഴുതി ചോദിച്ചറിയിട്ടോ അവൻ്റെ അടുത്ത്. ഞാൻ ഏറ്റ്. അമ്മ വരെ അവിടക്ക്. അച്ഛൻ കൂടെ പോയില്ലേ ഓഫീസിക്ക്? വലിയ ടൈം ആവണുള്ളൂ. എല്ലാ ഇതെടുക്കുമ്പോ തന്നെ വേണ്ടല്ലോ ഓഫീസിക്ക്. എല്ലാ നേരത്തെ എത്തണ്ട അവിടെ. നിങ്ങളെല്ലാം പറഞ്ഞു എന്നോട് നേരത്തെ എത്തണമെന്ന്. അതിന് ഞാൻ അത്ര നേരത്തെ ഓടാൻ പറഞ്ഞിട്ട് എന്നോട്. അതിന് പോകാനൊന്നും ആയിട്ടില്ല. ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഒക്കെ കുടിച്ചിട്ട് പോവുള്ളൂ. നാണം കിട്ടും. അമ്മന്റെ മോൻക്ക് നമ്മ ചായ എടുത്ത് വെച്ചിക്കണം. വേവിട്ട ഓഫീസിക്ക് നേരെ പോലെ മോൻക്ക് പിടിക്കാം. അച്ഛമ്മ ഞാൻ പോയിട്ടോ. ബൈ. എല്ലേടി അവനക്ക് എന്തേടി പറ്റിയത്? അവനക്ക് ഇത്ര ഉത്തരവാദിത്വം ഒക്കെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിനേക്കായി ഉത്തരവാദിത്വം അവനക്ക് ഉണ്ട് എന്തായാലും. അല്ല തന്നെ. അതെ, നിങ്ങളെ മോൻക്ക് ഉത്തരവാദിത്വം കൂടിയോടുള്ള പോക്കല്ല പോയത്.
നിങ്ങളെ ഓഫീസിലേ അവിടെ ഒരു കുട്ടി ഉണ്ടാകാം അവിടെ അടുത്തിരിക്കണത്. ആ കുട്ടീനെ കാണാനാണ്. ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ കുട്ടീനെ എങ്ങനെയെങ്കിലും സെറ്റാക്കാൻ നടക്കുകയാണ്. അപ്പോൾ നമ്മളും കുറെ അതിൽ പറഞ്ഞു അവനോട് കല്യാണം കേൾക്കാന് നടത്തി കൊടുക്കാം. നിങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക പെണ്ണ് ആരാണെന്നൊക്കെ. നിങ്ങളെ ഓഫീസിൽ തന്നെയല്ലേ? ആ വെറുതെ അല്ല, ഞാൻ വിചാരിച്ച മോനക്ക് കുറച്ച് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ്. എന്തായാലും നമ്മള് കുറെ ഇല്ലോനെ പിന്നാലെ എടുക്കണത് കല്യാണമൊക്കെ കഴിക്കാൻ പറയല അന്വേഷിക്ക. അവന്റെ അടുത്തിരിക്കണ കുട്ടിയല്ലേ, അവൻക്കറിയാ അനശ്വര. അനു എന്നാണ് വിളിക്കുക. പാവാണ് ആള്. അവിടെ കിടന്ന് ഉറങ്ങലാണ് മെയിൻ അവളെ പരിപാടിയെങ്കിലും ആളൊരു പാവാണ്. അവൾക്ക് എന്റെ നടക്ക് ചീത്തൊക്കെ കേൾക്കും കിടന്ന് ഉറങ്ങണോണ്ട്. ചിലപ്പോ ഇങ്ങനെ മനംപ്രാവുണ്ടാവും. പിന്നെ നമ്മള് കിടന്ന് ഉറങ്ങുമ്പോ പറഞ്ഞാൽ അങ്ങനെ തന്നെ ആണല്ലോ. അവളെ വീട് ഇവിടെ അവൾ കേരളത്താണ്. അവൾക്ക് ഒരു അമ്മ അനിയത്തിയുള്ളത് അവിടെ. അച്ഛനൊരു വണ്ടി ഇടിച്ച് മരിച്ചതാണ്. ഇപ്പൊ അവിടെ അവരെ നോക്കാൻ വേണ്ടിട്ടാണ് അവളോട് ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നത്. നമുക്ക് അന്വേഷിക്കാം. അതിന് അവൾക്ക് ഇവനെ ഇഷ്ടമായിക്കണം. അവരാദ്യം സെറ്റ് ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾക്ക് കടത്താൻ പോരെ. അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇന്നലെ രാത്രി ആദിനോട് പറയണ്ടാല ഇങ്ങനെ സെറ്റാക്കണം ഐഡിയ പറഞ്ഞുണ്ടാവും. ഓന് കിടന്ന് ഉറങ്ങിയിട്ട് മറ്റാളെ കെടുക്കുമ്പോൾ ഇരുന്ന് ചിരിക്കാണ്. ഓനക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. ഓനെ കണ്ടാൽ തന്നെ അറിയും നേരത്തെ പോക്ക്. നേരത്തെ നീക്കാത്ത അവന് അവൾക്ക് വേണ്ടി നേരത്തെ നീച്ച് പോകണമെങ്കിൽ അവൻ്റെ അത് നോക്കണമല്ലോ. നമുക്ക് നോക്കാം. അത് അവര് സെറ്റാവട്ടെ. അതൊന്ന് നിങ്ങളൊന്ന് സൂചിപ്പിച്ച് നോക്കി അവളോട്. അല്ല, ഞാൻ ഇത്ര നേരത്തെ നീച്ചിട്ട് പോയിട്ട് എനിക്കെന്താ കിട്ടണേ? അവള് വന്നിട്ടുണ്ടാവോ? ഞാനൊരു പൊട്ടം തന്നെ കേട്ടോ. അവൾക്കത് വിളിച്ചോക്കാം. എന്നിട്ട് അവളെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് രണ്ടും കൂടി പോകുമ്പോ സെറ്റ്. ഹലോ, ഞാനേ എന്നെ പിക്ക് ചെയ്യാണ്ട് വരട്ടെ വീട്ടിക്ക്? എന്തിന്? ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒറ്റയ്ക്ക് ആവില്ല അവിടെ. അപ്പൊ വെറുതെ കൂട്ടിന് അന്നും കൂടി വിളിക്കാന്ന് വിചാരിച്ച്. വരുമോ? എനിക്കവിടെ വരാൻ മാട്ടിയിട്ട് മുത്തേന്നോ സെറ്റ് എപ്പാണ്ട് വരാം. മിക്കവാറും ഇവിടെ തോക്കെ അറ്റക്കൊക്കെ ചാപ്പോളിട്ട് മുത്തേത്. ഹായ്, വന്ന് വണ്ടി കയറും. വന്നു. വണ്ടി കയറും. പിന്നെ ഇന്ന് നല്ല സൂപ്പർ ആയിക്കണ ഡ്രസ്സൊക്കെ ഇട്ട്. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ? എനിക്കൊരു കാര്യം പറയാണ്ട്. എനിക്കെന്നെ ഇഷ്ടം. ഞാനിന്ന് എങ്ങനെയും നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച് വന്നതേന്നത്. എനിക്കും ഇഷ്ടം. സീരിയസ്ലി? ശരിക്കും ഇഷ്ടം. അപ്പൊ ഇങ്ങനെ വീട്ടിലെ കാര്യം പറയല്ലേ? അതെ, ഇതൊന്നും ഇപ്പൊ വേണ്ട. കല്യാണം കഴിഞ്ഞിട്ട് മതി. എന്നാലും എല്ലാം പെട്ടെന്നായിരുന്നു. കഴിഞ്ഞിട്ട് കേസ് പറഞ്ഞാൽ മതി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ നടന്നില്ലേ. അല്ല, ഇപ്പൊ അങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കുക എന്താ ചെയ്യാ? ഹായ്, അച്ഛനമ്മ അനിയൻ, ഒരു കാര്യം പറഞ്ഞോട്ടെ? എനിക്ക് ഓഫീസിലെ ഒരു കുട്ടീനെ ഇഷ്ടമാണ്. ആ കുട്ടീനെ സെറ്റാക്കി എങ്ങനെയും സഹായിക്കണം. അതൊക്കെ അല്ലേ പറയാൻ പോണേ. അതൊക്കെ അങ്ങനെ നിങ്ങൾക്കറിയാം? അതൊക്കെ ഞങ്ങൾക്കറിയാ. എടാ അനിയൻകുട്ടാ, എന്നാ അതല്ലേ എനിക്ക് പറയാനുള്ളത്. അല്ലേ, പിന്നെന്താ പറയാനുള്ളത്? ഞങ്ങള് ചെറുതായിട്ട് സെറ്റായിന്ന് പറയാൻ വേണ്ടി വന്നതേന്ന്. അതൊക്കെ എങ്ങനെ പറയടോ നമ്മളോടും കൂടി? അതൊന്നും പറയാൻ പറ്റൂല. നിന്റെ അച്ഛനോട് എങ്ങനെയാ ഞാൻ അച്ഛനക്ക് പറഞ്ഞു തരിക? എന്താണ് പിന്നോളെ കാട്ടിയേ? ഗുഡ് ബൈ. ഉറക്കം വരുന്നു. ബൈ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഒന്ന് പോടാ. ചെല്ല് ചെല്ല്. ഞാനിപ്പോ അങ്ങനെ പേരെ പറയത്.
വിളിച്ച് പറഞ്ഞാലോ? ചീത്തയേക്കോ? ചീത്തയൊക്കെ വഴിയില്ല. ഏറിതിൽ എന്റെ എല്ലാ കാര്യത്തിലും എന്റെ അമ്മ കൂട്ടിക്കണാണ്. അപ്പൊ ഇത് നിൽക്കായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാലോ? വിളിക്കടാ, അപ്പൊ തന്നെ പറയണ. പറയാ, ഇനി കുറച്ചും കൂടി കണ്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പറയാല്ലേ? പറയാ. ഇനിയിപ്പോ പറഞ്ഞ കാര്യമില്ല പറഞ്ഞു. പഠിച്ചോനെ, കർത്താവെ, ഈശ്വര, എന്നെ രക്ഷിക്കണേ. ഇതൊരു മോളേന്നു. ഹലോ. മോൾക്ക് ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ല അമ്മനെ. അതിന്റെ അമ്മ, ഞാൻ ഇന്നലെ മാത്രല്ലേ വിളിക്കായിരുന്നത്. നിങ്ങള് വിളിച്ച പോലെ നെഗറ്റീവ് അടിക്കല്ലേ. ഓ, ഞാനൊന്ന് പറഞ്ഞേ. പിന്നെ സുഖല്ലേ? ഫുഡൊക്കെ കഴിച്ചാ? കഴിച്ച്. നിങ്ങള് കഴിച്ചാ? കഴിച്ച്. പിന്നെ അവളോടെ അമ്മു? അവള് ഇവിടെ ഉണ്ട്. അവളെ ഡാൻസ് പഠിപ്പിച്ചെടുക്കാണ് കുട്ടികൾക്ക്. എന്നാ അവളൊന്ന് വിളിക്കി. അമ്മു, ഇങ്ങോട്ട് വാ. ചേച്ചി വിളിക്കണതാ. ചേച്ചിയോ? അതാ വരുന്നത്. ഹലോ, ചേച്ചി എന്താ ഇങ്ങോട്ടൊക്കെ വരുന്നത്? എനിക്ക് ഭയങ്കര ബോറടിക്കുന്നുണ്ട് ചേച്ചി കഴിഞ്ഞിട്ട്. ഞാൻ ലൈൻ്റെ ബോറടിക്കുന്നുണ്ടോ? ഞാൻ പെട്ടെന്ന് വരൂട്ടാ. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ട്. അമ്മു, ആ ഫോണൊന്ന് ലൗഡ് ഇട്ട് കേട്ടോ. ഇയൊന്ന് കേൾക്കാൻ, ഈയും അമ്മയും കൂടി കേൾക്കാൻ പറയാണ്. അതില്ലേ, അത് എന്താ വെച്ചാല്, ഇവിടെ ഒരു ചേട്ടൻ. ആ ചേട്ടൻ എനിക്ക് ഇന്നും ഇഷ്ടമാണ്. എനിക്കും ആ ചേട്ടന് ഇഷ്ടമാണ്. ഞങ്ങൾ ഇഷ്ടത്തിലുമാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് ആ ചേട്ടനെ കല്യാണം നോക്കട്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഇന്ത്യ നിങ്ങൾ സഹകരിച്ചാൽ ഇന്ത്യ കൂടി നടത്തും. അതാണ് പറയാം. നിങ്ങൾ ഇത്ര ചീത്തയാണെങ്കിൽ അതിനോട് പറയണം. ഇതെന്താ ഒന്നും പറയാത്ത? അമ്മക്ക് സന്തോഷായി മോളെ. ഞാൻ മോളോട് പറയാതിരിക്കുന്നു. ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേന്ന്. അന്ന് മോളോട് ഞാൻ കല്യാണക്കാര്യം പറഞ്ഞപ്പോ ഇതിനെ തിന്നല്ലേന്നോ. എന്തായാലും ചെക്കൻ്റെ ഫോട്ടോ ഒക്കെ വിട്ടുണ്ട് കേട്ടോ. അവിടെ ഉള്ള ആരാണ് ആ ചെക്കൻ്റെ, അവരെ നമ്പർ വെച്ചോട്ടോ. സത്യത്തിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല പെണ്ണേ, ഞാൻ സത്യത്തിൽ പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നോട് അന്ന് കല്യാണക്കാര് പറഞ്ഞപ്പോ എന്താ എന്നോട് പറഞ്ഞത്? കല്യാണത്തിന് താല്പര്യമില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പിന്നെ അതിനെ കുറിച്ച് പറയാഞ്ഞതേന്നു. അവൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്ന് കേട്ടപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ പറയുന്നു. നീ ഇങ്ങോട്ട് വാ. ഇനി നമുക്ക് ആ കല്യാണം പെട്ടെന്ന് നടത്താം കേട്ടോ. ചേച്ചിയെ കോളടിച്ചല്ലോ. അങ്ങനെയെങ്കിലും ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരുമല്ലോ. എനിക്കതും മതി. എന്തായാലും നല്ല തന്നെ. ഇങ്ങോട്ട് വേഗമായിട്ടോ, വേഗം നടത്തണോ. ഞാൻ വെയിറ്റിംഗ് ആണ്. ആടി പെണ്ണ, അത് ഇവിടെ ഒന്ന് സെറ്റ് ആക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് വരും. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞ അങ്ങോട്ട് വേറെ ടെൻഡൻസി കൊടുട്ടോ. ഇവിടെ പിന്നെ ഓക്കെ. പിന്നെ ചേച്ചിയെ ഞാൻ പോയിട്ടോ. ഡാൻസ് കളിക്കുന്ന കുട്ടികൾക്ക് വേഗം വീട്ടിൽ പോകണം. ഞാൻ പിന്നെ വന്ന് വിളിക്കാണ്. ഞാൻ അവിടുത്തെ പഠിപ്പിച്ചിട്ട് ഞാൻ പിന്നെ വിളിക്കട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അമ്മക്ക് കൊടുക്കാം ഫോൺ. ഓക്കെ. പിന്നെ അമ്മ എന്നാ ശരി കേട്ടോ. ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് നാളെ ഓഫീസ് ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ നീച്ച് പോകണം. ആ കാര്യം ഓഫീസിലെ സാറാണല്ലോ, സാർ മോനാണല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. അമ്മു, ഇതാ വരുന്ന്. എന്താ മുത്തശ്ശി? ഒന്നുമില്ലടി പെണ്ണെ. ഇന്ന് രാവിലെ വിളിച്ചപ്പോ കണ്ടില്ല, അപ്പൊ വിളിച്ചത്. നീ എവിടെയായിരുന്നു? ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു.